SNDP യോഗം കണിച്ചുകുളങ്ങര സെക്രട്ടറിയും മൈക്രോ ഫിനാൻസ് കോർഡിനേറ്ററുമായിരുന്ന കെ മഹേശന്റെ ദുരൂഹ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് വീണ്ടും VM സുധീരന്റെ കത്ത്. ഇത് രണ്ടാം തവണയാണ് സുധീരൻ VD സതീശന് കത്തയക്കുന്നത്. ഇതേ ആവശ്യം ഉന്നയിച്ച് മഹേശന്റെ ഭാര്യയുടെ കത്ത് സഹിതം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും VM സുധീരൻ 2 തവണ കത്തയച്ചിരുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെയും കൂട്ടരുടെയും മാനസിക പീഡനത്തിന്റെയും ഭീഷണിയുടെയും ഫലമാണ് മഹേശന്റെ ജീവനൊടുക്കലിലേക്ക് നയിച്ചത് എന്നാണ് ഭാര്യയുടെ ആരോപണം. വെള്ളാപ്പള്ളി നടേശൻ പ്രീണനവുമായി മുന്നോട്ട് പോയ പിണറായി സർക്കാരിൻ്റെ നിഷ്ക്രിയമായ സമീപനം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് മഹേശന്റെ കുടുംബമെന്നും കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മഹേശനെതിരെ ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണെന്നും സുധീരൻ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. കുടുംബത്തിന് നീതി ലഭിക്കുന്നതിന് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നും VM സുധീരൻ കത്തിൽ ആവശ്യപ്പെട്ടു. എന്തായാലും ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷം കോൺഗ്രസ് നേതാവായിട്ടുള്ള സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള VM സുധീരൻ തന്നെ ഒരു ക്രിയാത്മക പ്രതിപക്ഷത്തിൻ്റെ രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് നേരത്തെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ച ബജറ്റ് നിലപാടിനെതിരെ പ്രതിഷേധം പ്രകടിപ്പിച്ച VM സുധീരൻ ഇപ്പോൾ പല തുടർച്ചകളായിട്ട് കത്തുകളിലൂടെ ഒരു യഥാർത്ഥ പ്രതിപക്ഷമായിട്ട് മാറുകയാണോ അല്ലെങ്കിൽ സമാന്തര പ്രതിപക്ഷമായിട്ട് മാറുകയാണോ എന്നൊക്കെ തോന്നിപ്പിക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വാർത്ത വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും VM സുധീരൻ്റെ ഈ ഒരു കത്തിൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കേണ്ടി വരും. അത് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. മഹേശന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അയച്ച കത്ത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഫേസ്ബുക്കിൽ അത് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി തന്നെ VM സുധീരൻ ഈ കത്ത് ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെയും കൂട്ടരുടെയും മാനസിക പീഡനത്തിൻ്റെയും ഭീഷണിയുടെയും ഫലമായി ജീവൻ വെടിയേണ്ടി വന്ന SNDP യോഗം കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറി കൂടിയായിരുന്ന കെ മഹേശന്റെ ഭാര്യ ഉഷാദേവിയുടെ സങ്കട ഹർജി അടിയന്തര നടപടികൾക്കായി ഇതോടൊപ്പം അയക്കുന്നു. മഹേശനെ ആത്മഹത്യയിലേക്ക് എത്തിച്ചതിൻ്റെ കാരണക്കാരായവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഭരണാധികാരികൾക്ക് മുന്നിൽ നിരവധി പരാതികൾ നൽകിയിട്ടും ഇതേവരെ ഫലപ്രദമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഏറ്റവും ഒടുവിൽ 6/6/2026 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെങ്കിലും കാര്യമായ നടപടികളൊന്നും ഉണ്ടായതായി കാണുന്നില്ല. വെള്ളാപ്പള്ളി പ്രീണനവുമായി മുന്നോട്ട് പോയ പിണറായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നിഷ്ക്രിയമായ സമീപനം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോഴും മഹേശന്റെ കുടുംബം. ഇനിയെങ്കിലും ആ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിന് വേണ്ടി സത്യസന്ധരായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ VM സുധീരൻ എഴുതിയിരിക്കുന്നത്. ഹതഭാഗ്യനായ മഹേശനെതിരെ മനുഷ്യത്വരഹിതമായ അധിക്ഷേപങ്ങൾ ഇപ്പോഴും വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് വെള്ളാപ്പള്ളി സ്വീകരിച്ചു വരുന്നത്. ഒരു നിയമവും തങ്ങൾക്ക് ബാധകമല്ല എന്ന മട്ടിലാണ് വെള്ളാപ്പള്ളിയുടെ പോക്ക്. നിയമവാഴ്ച ഉറപ്പുവരുത്താൻ ബാധ്യതപ്പെട്ട ഭരണ സംവിധാനം ഉണർന്നു പ്രവർത്തിക്കാൻ ഇനിയും വൈകരുതെന്നാണ് എൻ്റെ അപേക്ഷ എന്നാണ് VD സതീശന് അയച്ച കത്തിൽ VM സുധീരൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ഉഷാദേവിയുടെ സങ്കട ഹർജിയിൽ എത്രയും വേഗത്തിൽ തന്നെ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്ന് താൽപ്പര്യപ്പെടുന്നു. ആത്മാർത്ഥതയോടെ സ്നേഹപൂർവ്വം VM സുധീരൻ എന്നെഴുതിയിട്ട് ആ കത്ത് VD സതീശന് മാത്രമല്ല പകർപ്പ് എന്നുള്ള നിലയ്ക്ക് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രിയായ M ലിജുവിനും കൂടി അയച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു VM സുധീരൻ.